ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കുഞ്ഞ് മരിച്ചത് നിങ്ങളോട് ആരടി പറഞ്ഞത്? നിങ്ങൾ എല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ കൊന്നോടി. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഏട്ടാ വാ, അനുപേട്ടൻ ഇവിടെ ഇല്ല. അനുപേട്ട അല്ല എന്റെ വിഷയം. എന്റെ മനസാക്ഷി പറയുന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. സ്ഥിരം പരിപാടിയായിരിക്കും. അകത്തേക്ക് ക്ഷണിക്കലല്ലേ? എത്ര പറഞ്ഞാലും ഇവന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? വെറുതെ എന്തിനാ അച്ഛമ്മ വെള്ളത്തിൽ വരയ്ക്കുന്നേ? അങ്കിൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അമ്മേ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. നിന്റെ അമ്മ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അവരെപ്പോഴും സത്ത് കാണും. എന്താ മോളെ, എന്തു പറ്റി? ട്രോഫി അച്ഛനെ കാണിച്ചല്ലോ, പിന്നെന്താ മോക്ക്? എന്റെ അമ്മ ഉടനെ എങ്ങാനും വരുവോ? മോളുടെ അമ്മ വരും. എല്ലാവർക്കും അമ്മയുണ്ട്, എനിക്ക് മാത്രം അമ്മയില്ല. മോക്ക് അച്ഛനുണ്ടല്ലോ ഇല്ലേ? അച്ഛൻ കോമാളിയാണെന്നും പറഞ്ഞ് കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുവാ. എന്റെ പൊന്നുമോളെ വിഷമിക്കണ്ട, മോളെ ആരും കളിയാക്കത്തില്ല. ദേ അങ്ങനെ കളിയാക്കിയ അമ്മമ്മ അങ്ങോട്ട് വരും ചോദിക്കാനായിട്ട്, കേട്ടോ? ആതിരേ, എടി അഴകേ, സ്നേഹേ, ഇവരൊക്കെ എവിടെ പോയി കിടക്കുന്നു? എന്താ അമ്മേ? എന്തു പറ്റി അച്ഛമ്മേ? ആരാടി ചെയ്തത്? എടി ആരാത് ചെയ്തതെന്ന്? എന്റെ കുഞ്ഞ് മരിച്ചത് നിങ്ങളോട് ആരടി പറഞ്ഞത്? നിങ്ങൾ എല്ലാരും കൂടെ എന്റെ കുഞ്ഞിനെ കൊന്നോടി. അമ്മ എന്തൊക്കെയായി പറയുന്നേ? പിന്നെ ഞാൻ എന്താടി കാണുന്നത്? ആരാണ് ഈ ഫോട്ടോ ഇങ്ങനെ മാലിട്ട് വെച്ചത്? ആന്റി, ഇത് ഞങ്ങൾ ആരും അല്ല ചെയ്തത്. അമ്മ പറഞ്ഞ സത്യമാണല്ലോ, ആര് ചെയ്താലും മോശമായി പോയി. ശരിയാ, എന്റെ കുഞ്ഞിനെ കാണാതായിട്ട് വർഷങ്ങളായി. എന്റെ കുഞ്ഞിപ്പോ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ എന്റെ മോള് മരിച്ചതെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ അവള് മരിച്ചോ? അമ്മേ, വർഷങ്ങൾ കുറേയായി എന്റെ മോളെ കാണാതായിട്ട്. എന്റെ കുഞ്ഞിപ്പോഴും എവിടെയോ ജീവനോടെ ഉണ്ട്. അതിലെനിക്കൊരു സംശയമില്ല, ഒരു സംശയമില്ല. ഇവളുടെ ചിത്രത്തിൽ മാലയിടാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നടി? ഇനിയിപ്പോ അവളെങ്ങനെ മരിച്ചു എന്നറിഞ്ഞ പിന്നെ അതോടെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആന്റി, ഞങ്ങളും ഇപ്പോഴാ ഇത് കാണുന്നേ.
എങ്ങനെ ഈ മാല ഇതിൽ വന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇതിലിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു അമ്മേ? അബദ്ധത്തിൽ എങ്ങനെയോ ഈ ഫോട്ടോയില് മാല വന്ന് വീണതായിരിക്കും. അത് നമ്മളിപ്പോ എടുത്തങ്ങ് മാറ്റിയില്ലേ, അതുപോരെ? മോളെ, ഞാനെന്നാ പോയിട്ട് വരാം. എന്റെ മോള് പേടിച്ചു പോയോ? എന്താ മോളെ, മോളെന്തിനാ കരയുന്നേ? എന്റെ മോളോടല്ല, അമ്മമ്മ അവരോടല്ല ദേഷ്യപ്പെട്ടത്. അമ്മുമ്മേ, അമ്മയുടെ ഫോട്ടോയിൽ മാലയിട്ട് ഞാനാ. ഞാൻ രാവിലെ വരുമ്പോ ആ മാല താഴെ കിടക്കുകയായിരുന്നു. അമ്മേ, മോള് സ്കൂളിൽ പോവാ. വൈകിട്ട് നേരത്തെ വരാമേ, എന്നിട്ട് കാണാം. ഇപ്പൊ അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പൊ മോള് പോയിട്ട് വരട്ടെ. ടാറ്റാ. സോറി അമ്മമ്മേ, എന്റെ അമ്മ സുന്ദരി അയക്കാൻ വേണ്ടി ചെയ്തതാ. സാരമില്ല, എന്റെ മോൾ അറിയാതെ ചെയ്തല്ലേ. മോളെ, മോള് ഈ ട്രോഫി കൊണ്ടുപോയി അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ കൊണ്ട് വെക്ക്. എപ്പോഴെങ്കിലും മോളുടെ അമ്മ നേരിട്ട് വന്ന് ഇത് കാണുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷാവും. ചെല്ല് ചെല്ലു മോളെ. ഒന്ന് വേഗം വരണേ അമ്മേ. ഫ്രണ്ട്സൊക്കെ എന്നെ വല്ലാതെ കളിയാക്കുന്നുണ്ട്. ചിലപ്പോ സങ്കടം വരും എനിക്ക്.